ELISA ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് 3 ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ELISA ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഡാക് എലീസ, രണ്ടാമത്തത് ഡാസ് എലീസ, 3 കോമ്പറ്റിറ്റീവ് എലീസ. അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് ഡാക് എലീസ എന്താന്ന് പഠിക്കാം. ഡാക് എലീസയുടെ ഫുൾ ഫോം ആണ് ഡയറക്റ്റ് ആന്റിജൻ കോട്ടിംഗ് എലീസ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതിലൂടെ നമ്മൾ എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ഇതിൽ നമ്മൾ ഒരു സാമ്പിളിനകത്ത് ആന്റിബോഡി ഉണ്ടോ എന്നാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആന്റിബോഡി നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അത് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. സോ ഡാക് എലീസ ഈസ് യൂസ് ഫോർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് ആന്റിബോഡി ഇൻ എ സാമ്പിൾ. ഇതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ HIV ടെസ്റ്റ് ഇല്ലേ, HIV ടെസ്റ്റ് ചെയ്യാനുള്ള എലൈസ ടെസ്റ്റ് ഇല്ലേ, അത് ഡാക് എലീസയാണ്. അവിടെ എന്താ ചെയ്യണേ? അതായത് ഒരു പേഴ്സണിന് HIV ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ HIV ആന്റിജൻസ് കയറിയിട്ടുണ്ടായിരിക്കും ഇല്ലേ? പക്ഷെ അതൊരു ഡിറ്റക്റ്റബിൾ എമൗണ്ടിൽ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഈ HIV ആന്റിജൻസ് അയാളുടെ ഉള്ളിൽ എൻ്റർ ചെയ്യുമ്പോൾ അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവും. അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ HIV ആന്റിജനെതിരായിട്ടുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഡിറ്റക്റ്റബിൾ എമൗണ്ടിലായിരിക്കും. അപ്പൊ അതാണ് യൂഷ്വലി HIV ഡിറ്റക്ട് ചെയ്യാനുള്ള എലീസയിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ HIV ടെസ്റ്റ് അല്ലെങ്കിൽ HIVയുടെ എലീസ ടെസ്റ്റിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? അയാളുടെ സാമ്പിളിനകത്ത് HIV ആന്റിബോഡീസ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്തരത്തിൽ സാമ്പിളുകളിൽ ആന്റിബോഡികൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഡാക് എലീസ. അപ്പൊ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആന്റിബോഡി ആയതുകൊണ്ട് നമ്മുടെ കിറ്റിൽ എന്ത് വേണം? ആന്റിജൻ വേണം അല്ലെ? ആ ആന്റിബോഡി സ്പെസിഫിക് ആയിട്ട് പോയി ബൈൻഡ് ചെയ്യുന്നത് ഏത് ആന്റിജൻ ആണോ ആ ആന്റിജൻ നമ്മുടെ ഡയഗ്നോസ്റ്റിക് കിറ്റിൽ വേണം. ഓക്കെ, ഇപ്പൊ HIV സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻസ് തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ എന്താ ചെയ്യുക? ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിറ്റിലുള്ള ആന്റിജൻ, നമ്മുടെ കിറ്റിൽ ആന്റിജൻ ആണോ ഉള്ളത്, ആ കിറ്റിലുള്ള ആന്റിജനെ നമ്മൾ ഈ മൈക്രോ ടൈറ്റർ വെല്ല്, ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, വെല്ല് കാണിച്ചു തന്നില്ലേ, അതായത് എലൈസ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെല്ല് ഇതേപോലെ കാണിച്ചു തന്നില്ലേ. അപ്പൊ ഇത്തരത്തില് ഈ വെല്ല്, കുറെ വെല്ലുകൾ, ഒരു വെല്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഒരു വെല്ലിന്റെ ഡയഗ്രം ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ വെല്ലില് നമ്മുടെ കിറ്റിലുള്ള ആന്റിജൻ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ആന്റിജൻ കോട്ടഡ് ആയിട്ടുള്ള വെല്ലാണ് നമ്മുടെ കിറ്റിൽ ഉണ്ടായിരിക്കുക. ഏത് ആന്റിജൻ? HIV ആന്റിജൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് HIV ആന്റിബോഡീസ് അയാളുടെ ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളതല്ലേ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മളുടെ കയ്യില് നമ്മുടെ ഡയഗ്നോസ്റ്റിക് കിറ്റിലുള്ള നമ്മുടെ പ്ലേറ്റില് ആ സ്പെസിഫിക് ആന്റിജൻ കോട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഈ പേഷ്യന്റിന്റെ സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിള് ഇതിനകത്തേക്ക് ആഡ് ചെയ്യും, ഈ വെല്ലിനകത്തേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സന്റെ ബ്ലഡില് ആന്റിബോഡികൾ ഉണ്ടെങ്കിൽ, എന്ത് ആന്റിബോഡി? HIV സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് ഈ കോട്ടഡ് ആന്റിജനിൽ പോയി ബൈൻഡ് ചെയ്തിരിക്കും. കണ്ടോ, ആസ് യു ക്യാൻ സീ ഇൻ ദ ഡയഗ്രാം, അയാളുടെ ബ്ലഡിനകത്ത് HIV സ്പെസിഫിക് ആന്റിബോഡീസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ HIV സ്പെസിഫിക് ആന്റിബോഡീസ് ഈ വെല്ലിൽ കോട്ട് ചെയ്തിട്ടുള്ള ആന്റിജനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. മനസ്സിലായോ? ഇനി അഥവാ അയാൾ HIV ഇൻഫെക്റ്റഡ് അല്ല, അയാളുടെ ബ്ലഡിൽ HIV സ്പെസിഫിക് ആന്റിബോഡീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബൈൻഡിങ് നടന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. പക്ഷെ പേഷ്യന്റിന്റെ സാമ്പിളിലുള്ള HIV ആന്റിബോഡീസ്, HIV ആന്റിബോഡീസിന് കളറൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കിറ്റില് ഈ ആന്റിജന് പുറമെ ഒരു സാധനം കൂടിയുണ്ട്, അതിനെ നമുക്ക് സെക്കൻഡറി ആന്റിബോഡി എന്ന് വിളിക്കാം. കണ്ടോ, വേറൊരു ആന്റിബോഡി കണ്ടോ നിങ്ങൾ ഇവിടെ, ഇതിനെ നമുക്ക് സെക്കൻഡറി ആന്റിബോഡി എന്ന് വിളിക്കാം. അത് നമ്മുടെ കിറ്റിലുള്ളതാ. ഇനി ആ സെക്കൻഡറി ആന്റിബോഡിക്ക് എന്ത് പ്രോപ്പർട്ടിയാ ഉള്ളത്? ആ സെക്കൻഡറി ആന്റിബോഡിക്ക് കറക്റ്റ് ആയിട്ട് ഈ HIV സ്പെസിഫിക് ആന്റിബോഡിയുടെ ഈ ടെയിൽ റീജിയനിൽ പോയി ബൈൻഡ് ചെയ്യാനുള്ള സ്പെസിഫിസിറ്റി ഉണ്ട്. കണ്ടോ, അപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്ന സെക്കൻഡറി ആന്റിബോഡി ഒരിക്കലും ഈ ആന്റിജനോട് അല്ല സ്പെസിഫിക്. ഈ സെക്കൻഡറി ആന്റിബോഡി ആരോടാ സ്പെസിഫിക് ആയിട്ട് പോയി ബൈൻഡ് ചെയ്യുക? ഈ പേഷ്യന്റിന്റെ ബ്ലഡിൽ HIV ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ അതിന്റെ ഈ വാൽ ഭാഗത്തിനോട്. കാരണം നിങ്ങൾക്ക് അറിയാം, ഒരുമാതിരിപ്പെട്ട ആന്റിബോഡീസിനൊക്കെ ഈ ടെയിൽ റീജിയൻ ഒരേപോലെയാണ്. അപ്പൊ HIV സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡീസിന് ഒരു സ്പെസിഫിസിറ്റി ഉണ്ടാവും ഈ ടെയിലിന്. അപ്പൊ ഈ ടെയിലിനോട് പോയിട്ട് സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന സെക്കൻഡറി ആന്റിബോഡികളാണ് നമ്മുടെ കിറ്റിലുള്ളത്. ഇനി ഈ സെക്കൻഡറി ആന്റിബോഡികൾ എങ്ങനെയുള്ളതാണ്? നമ്മൾ പ്രിൻസിപ്പിളിൽ പറഞ്ഞ പോലെ എൻസൈം ലിങ്ക്ഡ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതായത് ഈ വെല്ലില് ആന്റിജൻ കോട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മുടെ പേഷ്യന്റിന്റെ സാമ്പിള് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് വാഷ് ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇതിനകത്ത്
ആന്റിബോഡി ഒന്നും പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിളിൽ ആന്റിബോഡി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം വാഷ് ചെയ്ത് പോകും. ഈ ആന്റിജൻ മാത്രമല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. എന്നാൽ പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിളിൽ ആന്റിബോഡി ഉണ്ട്. സോ അതിവിടെ ബൈൻഡ് ചെയ്തു. അപ്പോൾ വാഷ് ചെയ്താൽ അത് അവിടെ നിൽക്കും. ഇനി നമ്മൾ ആന്റിബോഡി അല്ലെങ്കിൽ സെക്കൻഡറി ആന്റിബോഡി ആഡ് ചെയ്തു. നമ്മൾ ബൈൻഡ് ചെയ്യാൻ കുറച്ച് സമയം കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ വാഷ് ചെയ്തു. അപ്പോഴും അപ്പൊ എന്ത് പറ്റും? ഇതിനകത്ത് ബൈൻഡിങ് ഒന്നും ഇല്ലെങ്കിൽ ആഡ് ചെയ്ത സെക്കൻഡറി ആന്റിബോഡി ഒക്കെ വാഷ് ചെയ്ത് പോകും. എന്നാൽ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാഷിംഗ് കഴിഞ്ഞാലും ഈ എൻസൈം ലിങ്ക്ഡ് സെക്കൻഡറി ആന്റിബോഡി ഇവിടെ നിലനിൽക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടേ? ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുക. സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ കളർ ഡെവലപ്പ് ചെയ്യും. കാരണം എന്താ? എൻസൈം ഇവിടെ ഉണ്ട്. എൻസൈം ഇവിടെ നിൽക്കാൻ കാരണം എന്താ? ഈ ആന്റിബോഡി ഇവിടെ ഉണ്ട്, സെക്കൻഡറി ആന്റിബോഡി. സെക്കൻഡറി ആന്റിബോഡി ഇവിടെ നിൽക്കാൻ കാരണം എന്താ? ഇവിടെ പേഷ്യന്റിന്റെ സാമ്പിളിൽ ആന്റിബോഡി ഉണ്ട്. പേഷ്യന്റിന്റെ സാമ്പിളിൽ ആന്റിബോഡി എന്തുമായിട്ടാ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത്? നമ്മുടെ കിറ്റിലുള്ള ഓൾറെഡി നമ്മൾ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആന്റിജനായിട്ട്. മനസ്സിലായോ? അപ്പൊ കളർ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സബ്സ്ട്രേറ്റിൽ എൻസൈം ആക്ട് ചെയ്തു. എൻസൈം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അർത്ഥം വാഷ് ചെയ്തിട്ടും സെക്കൻഡറി ആന്റിബോഡി അവിടെ തന്നെ ഉണ്ട്. വാഷ് ചെയ്തിട്ടും സെക്കൻഡറി ആന്റിബോഡി അവിടെ തന്നെ ഉണ്ടാവാൻ കാരണം ഈ പേഷ്യന്റിന്റെ ബ്ലഡിൽ ആന്റിബോഡി ഉണ്ട് എന്നുള്ളതാണ്. അല്ലെ? നമ്മൾ അവിടെയൊക്കെ വാഷ് ചെയ്തിട്ടും ഈ പേഷ്യന്റിന്റെ ബ്ലഡിലെ ആന്റിബോഡി അവിടെ തന്നെ നിലനിന്നു. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആന്റിജനെ കോട്ട് ചെയ്ത് ആന്റിബോഡി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ആന്റിജൻ കോട്ടിംഗ് എലീസ അല്ലെങ്കിൽ ഡാക് എലീസ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എലീസ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതുവഴി നമുക്ക് ഈ കളർ റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് എത്രമാത്രം ആന്റിബോഡി ഉണ്ടെന്നും കണ്ടുപിടിക്കാൻ പറ്റും, അതിൽ ആന്റിബോഡി ഉണ്ടോന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാ? ഈ ആന്റിജനെ, സ്പെസിഫിക് ആന്റിജനെ നമ്മൾ മൈക്രോടൈറ്റർ വെല്ലിന്റെ സർഫസിൽ കോട്ട് ചെയ്യുക. നമ്മൾ സസ്പെക്റ്റഡ് പേഷ്യന്റ് സിറം അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പിള് നമ്മൾ ആഡ് ചെയ്യുക. അതിനകത്ത് പ്രൈമറി ആന്റിബോഡി ഉണ്ടോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടൈം കൊടുക്കുക, വാഷ് ചെയ്യുക. റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്താലും അല്ലെങ്കിൽ പ്രൈമറി ആന്റിബോഡി ഉണ്ടെങ്കിൽ വാഷിംഗ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും. കാരണം അത് ആന്റിജനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അത് ബൈൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ഒരു എൻസൈം കോൺജുഗേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡറി ആന്റിബോഡി ആഡ് ചെയ്തു. അത് പ്രൈമറി ആന്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്യും. സമയം കൊടുക്കുന്നു, വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തിട്ടും സെക്കൻഡറി ആന്റിബോഡി അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രൈമറി ആന്റിബോഡി ഓൾറെഡി അവിടെ ബൗണ്ട് ആണ്. ഇനി നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തു. സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ആന്റിബോഡികളുള്ള എൻസൈം അതിനെ കളേർഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റും. ആ കളേർഡ് പ്രോഡക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് സ്പെക്ട്രോമെട്രിക് ആയിട്ടുള്ള പ്ലേറ്റ് റീഡേഴ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ HIV ഡിറ്റക്ഷനുള്ള എലീസ ഈ ഡാക് എലീസയാണ്.